വിവിധ രാജ്യങ്ങൾക്കുമേൽ തീരുവ ഏർപ്പെടുത്തി ദ്രോഹ നടപടി സ്വീകരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണി അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ. ഇന്ത്യയടക്കം മറ്റു രാജ്യങ്ങൾക്കെതിരെ ട്രംപ് തീരുവ ചുമത്തിയ നടപടികൾക്ക് കോടതിയിൽ നിന്ന് തന്നെ തിരിച്ചടി നേരിട്ടു. തീരുവകൾ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ US അപ്പീൽ കോടതി ട്രംപിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. പ്രസിഡന്റിന്റേത് നിയമം മറികടന്നുള്ള അധികാര ദുർവിനിയോഗമാണ് എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. തീരുവ ചുമത്തിയതിലൂടെ ട്രംപ് തന്റെ അധികാരം മറികടന്നുവെന്നും ഈ തീരുവകൾ വ്യാപാര ചർച്ചകൾക്കായും വിദേശ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനും ഉപയോഗിച്ചെന്നുകൂടി കോടതി കണ്ടെത്തി. എന്നാൽ ഇതുകൊണ്ടൊന്നും വഴങ്ങാൻ താൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന. കോടതി വിധിയെ രൂക്ഷമായ ഭാഷയിലാണ് ട്രംപ് വിമർശിച്ചത്. വാഷിംഗ്ടൺ DC-യിലെ US കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദി ഫെഡറൽ സർക്യൂട്ടാണ് വിധി പ്രസ്താവിച്ചത്. ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് അഥവാ IEEPA ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾ നിയമവിരുദ്ധമാണ് എന്ന് US-ലെ അപ്പീൽ കോടതി വിധിച്ചു. ദേശീയ അടിയന്തരാവസ്ഥയിൽ പ്രസിഡന്റിന് വിശാലമായ അധികാരങ്ങളുണ്ടെങ്കിലും ആ അധികാരങ്ങളിൽ തീരുവകൾ ചുമത്തുന്നത് ഉൾപ്പെടുന്നില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ട്രംപിനെയും തീരുവ നീക്കത്തെയും കണക്കറ്റി വിമർശിച്ച് അമേരിക്കൻ കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഇവയാണ്. പ്രസിഡന്റ് പ്രഖ്യാപിച്ച മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണ്. അടിയന്തര സാമ്പത്തിക നിയമം ഉപയോഗിച്ച് ഏകപക്ഷീയമായി തീരുവകൾ പ്രഖ്യാപിച്ചതിലൂടെ പ്രസിഡന്റ് അധികാര ദുർവിനിയോഗം നടത്തി. തീരുവകൾ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഭരണഘടനയനുസരിച്ച് നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ്. അതായത് ട്രംപിന് ഏകപക്ഷീയമായി തീരുവ നിർണ്ണയിക്കാനുള്ള അധികാരമില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ട്രംപിന്റെ തീരുമാനത്തെ 7-4 ഭൂരിപക്ഷ വിധിയിലൂടെയാണ് US ഫെഡറൽ അപ്പീൽ കോടതി തള്ളിയത്. എന്നാൽ കോടതി വിധിക്കും വഴങ്ങില്ല എന്ന സൂചനയാണ് കോടതി വിധിയോടുള്ള ട്രംപിന്റെ പ്രതികരണം. കോടതി വിധിയെ രൂക്ഷമായ ഭാഷയിലാണ് ട്രംപ് വിമർശിച്ചത്. വിധി നിലനിൽക്കാൻ അനുവദിക്കില്ല എന്ന സൂചന നൽകിയ ട്രംപ് രാജ്യത്തിന് സമ്പൂർണ്ണ ദുരന്തമാകും കോടതി വിധിയെന്നും പറഞ്ഞു. അമേരിക്കൻ ഐക്യനാടുകളെ ഇല്ലാതാക്കുന്ന തീരുമാനമാകുമെന്നാണ് ട്രംപ് കോടതി വിധിയെ വിമർശിച്ചത്. തീരുവകൾ ഒഴിവാക്കിയാൽ അത് അമേരിക്കയ്ക്ക് ഒരു ദുരന്തമായി തീരുമെന്നും അമേരിക്കയെ സാമ്പത്തികമായി തളർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തീരുവകൾ ഒഴിവാക്കണമെന്ന് അപ്പീൽ കോടതി തെറ്റായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാനം അമേരിക്ക വിജയിക്കുമെന്ന് അവർക്കറിയാമെന്നും ട്രംപ് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അതേസമയം പൂർണ്ണമായും ട്രംപിന് തിരിച്ചടിയാണ് ഈ കോടതി വിധിയെന്ന് പറയാനാകില്ല. കാരണം വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ട്രംപിന് സമയം അനുവദിച്ചിട്ടുണ്ട് കോടതി. അതിനാൽ കേസുകൾ തീരുന്നതുവരെ നിലവിലെ തീരുവകൾ തുടരാൻ കോടതി അനുവാദം നൽകി. സ്റ്റീൽ, അലുമിനിയം തുടങ്ങിയവയുടെ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ തീരുവകൾക്കും ഈ കോടതി വിധി ബാധകമല്ല. ഇനി നിയമയുദ്ധം സുപ്രീം കോടതിയിലേക്ക് നീളുകയാണ്. കോടതിയുടെ ഇടപെടൽ അമിതാധികാരമെന്നാണ് വൈറ്റ് ഹൗസ് വിലയിരുത്തുന്നത്. അതോടൊപ്പം സുപ്രീം കോടതിയിൽ അടിയന്തരമായി ഹർജി ഫയൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് വൈറ്റ് ഹൗസ്. അതേസമയം കോടതി ഇടപെടലിനെ തുടർന്ന് വ്യത്യസ്ത തലങ്ങളിലുള്ള താരിഫുകൾ പുതുക്കി നിശ്ചയിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്കൻ വ്യാപാര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അത് പുതിയ നയതന്ത്ര വിഷയങ്ങൾക്കും വഴിവെച്ചേക്കാം. അതേസമയം ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് ഉപയോഗിച്ച് ട്രംപ് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം നിയമവിരുദ്ധമാണ് എന്ന് കോടതി പറഞ്ഞെങ്കിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ തീരുവകൾ പിൻവലിക്കാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. IEEPA പ്രകാരം ഏപ്രിലിൽ ആദ്യഘട്ട പകരച്ചുങ്കം ഏർപ്പെടുത്തിയ ശേഷം ഇത് കോടതിയിൽ പരിശോധിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചതിനാൽ മറ്റൊരു നിയമചട്ടക്കൂടിന് കീഴിലാണ് ഇന്ത്യക്ക് മേലുള്ള തീരുവകൾ ചുമത്തിയത്. അതിനാൽ IEEPA പ്രകാരം ചുമത്തിയ പകരച്ചുങ്കം കോടതി റദ്ദാക്കിയാലും ബദൽ നിയമങ്ങളിലൂടെ ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവകൾ തുടരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്.